ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് തുറന്നു നോക്കാം. ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് എക്സലിൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർഫേസ്. ഇതിൽ നമുക്ക് ആദ്യം കാണുന്ന ഈ ഒരു സെക്ഷൻ ഇതിനെ വിളിക്കുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട ചില ഐക്കൺസൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യണം, സേവ് എന്നുള്ള ബട്ടൺ ഓൾറെഡി നമുക്കിവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കണ്ടോ, നിങ്ങൾ ഈ കാണുന്ന പോലെ അണ്ടും റീഡും ഒക്കെ ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലുണ്ട്. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യേണ്ട ടൂളുകളെ നമുക്ക് അവിടെ കൊണ്ടിടാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തതായി ഈ കാണുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇതാണ് ഡിഫറെൻറ്റ് മെനൂസ്. ഈ മെനു നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഓരോ മെനുവും നമുക്കിവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് താഴത്തെ ഐക്കോൺസ് മാറുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻറ്റ് മെനൂസാണ്, നമ്മൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കും. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഈ കാണുന്ന സെക്ഷനെ വിളിക്കുന്ന പേര് റിബൺ എന്നാണ്. റിബൺ. അപ്പോൾ നമ്മൾ മെനു മാറുന്നതനുസരിച്ച് റിബണും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. അടുത്തതായിട്ടത് ഈ കാണുന്ന സെക്ഷനെ വിളിക്കുന്ന പേരാണ് ഫോർമുല ബാർ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എക്സലിലെ ഫോർമുലാസൊക്കെ എൻ്റർ ചെയ്യുന്നതും നമുക്ക് ഫോർമുലാസിനെ എഡിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവിടെയാണ്. വാല്യൂവും നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതലായിട്ട് അത് പഠിക്കും. പിന്നെ പ്രധാനമായിട്ട് കാണുന്ന ഈ വൈറ്റ് ഏരിയ, ഈ ഏരിയ ആണ് നമ്മുടെ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ബുക്ക്. ഇവിടെയാണ് നമ്മൾ ആക്ച്വലി എക്സൽ ഡേറ്റയൊക്കെ കൊടുത്ത് എൻ്റർ ചെയ്യാൻ പോണത്. ഇനി അവസാനമായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ പോർഷൻ ഉണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേര് സ്റ്റേറ്റസ് ബാർ എന്നാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാണാൻ പഠിക്കണമെന്നില്ല, പക്ഷേ അറിഞ്ഞിരിക്കുന്നത് നമ്മൾ കുറച്ച് പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനിത് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു എക്സലിൻ്റെ ഇൻ്റർഫേസ്. ഇനി നമ്മൾ ഈ ടേമുകളൊക്കെ ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ ഓരോന്നായിട്ട് പഠിക്കാം.